ഈ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴാണ് രാത്രി ക്ഷീണം. പകൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ പിന്നെ രാത്രിയെ ക്ഷീണം ഉണ്ടാവുള്ളൂ. അല്ലാ, ദേ കിടക്കണ തൊപ്പി. മോളെ. മോളോ? ഈ കൊച്ചെങ്ങനെ ഇവിടെ വന്നു? അപ്പൊ നിങ്ങക്ക് ഈ കൊച്ചിനെ അറിയാല്ലേ? ഇത് അവന്റെ കൊച്ചാണല്ലോ. അവളുടെ കൊച്ചെന്ന് പറ. ഇല്ലാത്തവല്ലോ പറഞ്ഞാലുണ്ടല്ലോ. പാപ്പ നമുക്ക് ഈ കൊച്ചിനെ വളർത്താം. ഒന്ന് പോടാ വരുന്നു. കൊച്ചിനെ വളർത്താൻ നടക്കുന്നു. എന്നാലും നിങ്ങൾ എന്നോട് ഈ ചതി ചെയ്തല്ലോ. എന്തൊക്കെയാ പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസുകാരുടെ സ്വഭാവം തന്നെയാ. ഏത് സ്റ്റേഷനിൽ ചെന്നാലും അതിന്റെ അടുത്തൊക്കെ ഓരോ കെട്ടികളുണ്ടാവും. എന്റെ സേനബ, നീ എന്റെ ചാരിത്രശുദ്ധിയെ സംശയിക്കരുത്. ഞമ്മക്ക് നിങ്ങളെ വിശ്വാസമില്ല. പോടി അവിടുന്ന്. ഇത് അവന്റെ കൊച്ചു തന്നെയാ. ഈ കൊച്ചിനെ കളയാൻ രാവിലെ മുതൽ ഒരുത്ത നടന്നിരുന്ന ഞാൻ കണ്ടതാ. നിങ്ങൾ എന്നോട് കള്ളൊന്നും പറയണ്ട. ഏത് പകച്ചയ്ക്ക് ഉണ്ടായതാന്ന് നേര് പറ. പണ്ടാണ് ആ കൊച്ചിനോട്ട് തന്നെ. ഇന്ന് അവനെ പിടിച്ച് കണ്ട് കൊടുത്തിട്ട് തന്നെ കാര്യം. കരയല്ലേ അവള്? ഒന്ന് കരയല്ലേ? കരയല്ലേ? ഓ, ഈ പഹനെ പാതിരാക്കി ഞാൻ എവിടെ പോയി തപ്പാൻ റബ്ബേ? ആകെ ഹലാക്കിന്റെ അവലും നഞ്ഞായി പടച്ചോനെ. എന്നാലും നിങ്ങൾ ഞമ്മളോട് ഈ ചതി ചെയ്തല്ലോ. പോയിട്ട് ബാ വെച്ചിട്ടുണ്ട്. ഓ, ഇത് ഇടിവെട്ട് കൊണ്ടോന്റെ തലയിലെ മുടി കൊഴിഞ്ഞു പോയെന്ന് പറഞ്ഞു പോയി പോയല്ല. നിന്നെ കളഞ്ഞു കിട്ടിയാരും കൊണ്ട് വല്ല കള്ളന്മാരെയും കിട്ടിയിരുന്നെങ്കിൽ ഉപകാരത്തിൽപ്പെട്ടാനാ. നിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിടാൻ പറ്റൂലല്ലോ. ഒന്ന് കരയാതിരിക്കുക എന്നെ വെച്ച്. കരച്ചിൽ കേട്ട് അവസാനം എനിക്കും കരച്ചിൽ വരുന്നുണ്ട്. അള്ളാഹു ഇതാരണി വരുന്നത്. സാറേ, കൊച്ചിനെ എങ്ങോട്ടാ? ഒന്ന് ഈവനിങ് വാക്കിന് ഇറങ്ങിയതാ. സ്വല്പം നേരത്തെ പോയി. ഒന്ന് കീറി പൊളിക്കല്ലോ കൊച്ചെ. ചേട്ടാ, ഓ, പോലീസ് ഭാഷ കേട്ടിട്ട് നിന്റെ കരച്ചിൽ കേൾക്കണില്ലല്ലോ. ഒരു പോലീസുകാരനായ ഞാൻ കള്ളനെ പോലെ പതുങ്ങി നടക്കേണ്ട ഗതികേട് വന്നല്ല. നിന്നെ കൊണ്ട് വീട്ടിലേക്ക് എന്നുള്ള ഗതി അറിയാവോ? എന്റെ മയ്യത്തോണ്ട് ചിരിയും കളി ആയിരിക്കുള്ളൂ അവിടെ. അറിയാവോ? ഇതിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണ്ട അപ്പേ? ഒരു പുലിവാലി വന്ന് പെടണത്. മോളെ, മൂത്രം ഒഴിച്ചേക്കല്ലേ. ആളെ എഴുന്നേറ്റ് ആകെ ഗതികേടാവും. പിച്ചക്കാരുടെ പോലീസിന് ഇടികൊണ്ടെന്നാവും. പിന്നെ വന്നോ? അതെ, എന്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? കിളിക്കല്ലേ?